ഹായ് ഹലോ ഇന്നേ ഞാൻ വിചാരിച്ചു കോഫി ഉണ്ടാക്കാമെന്ന്. എല്ലാ ദിവസവും ഞാൻ കൂടുതലും ചായയാണ് ഉണ്ടാക്കാറ്, ചായയാണ് കുടിക്കാറുള്ളത്. പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് കോഫി ആക്കിയാലോ, അങ്ങനെയാണ് കേട്ടോ ഞാൻ കോഫി ഉണ്ടാക്കിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചായ ആണെങ്കിലും വല്ലപ്പോഴും ഞാൻ കോഫി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഞാൻ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട് പിന്നെ തിളപ്പിച്ച പാലിലേക്കാണ് കേട്ടോ ആ കോഫി ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാറുള്ളത്? പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് സ്നാക്സും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. പിന്നെ ആദ്യം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അത് കുറച്ച് കട്ടി കൂടുതലായിരുന്നു ഉണ്ണിയപ്പത്തിന്. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതെന്ത് ചെയ്തു, ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു കിട്ടു. ഇത് കണ്ടോ, ഈ ഒരു സാധനം ഇവിടെ അടുത്തൊരു ബേക്കറിയിൽ കിട്ടിയതാണ് കേട്ടോ. അത് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല മധുരമായിരുന്നു, നല്ല സ്വീറ്റാണ്. ഇപ്പോൾ സ്വീറ്റ് ലവേഴ്സിനൊക്കെ ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെടുക. എനിക്ക് ആക്ച്വലി അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്കതിൻ്റെ പേര് പോലും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വൈറ്റ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ക്രിസ്പിയാണ്. ജസ്റ്റ് നമ്മളത് കടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പൊടിഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ അത്രയ്ക്ക് ഒരു സ്വീറ്റ് ലവർ അല്ലാത്തത് കൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ബാക്കി വന്ന് ഞാൻ അവിടെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ മധുരം കഴിച്ചതിൻ്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു പപ്സും കൂടി ഉണ്ടായിരുന്നു, എഗ് പപ്സ് ആയിരുന്നു കേട്ടോ. ഞാനപ്പോൾ അതും കൂടെ കഴിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഈ കോഫീൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു എന്താ പറയുക, നല്ലൊരു രസമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലും ഇതേപോലത്തെ പേരറിയാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ.